ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ ഇങ്ങനെ പുരട്ടി ആ തേനിൽ അങ്ങോട്ട് മുക്കിയിട്ടുണ്ടല്ലോ, ആ നമ്മുടെ പൊടിയിലും ആ ബ്രെഡിൻ്റെ ഇതിലൊക്കെ അങ്ങോട്ട് പുരട്ടിയിട്ട് ആ എണ്ണയിലാട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുത്തിട്ട് കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കടിച്ച് തിന്നാലുണ്ടല്ലോ. ഓ എൻ്റെ സാറേ. നമസ്കാരം, ഞാൻ ഉണ്ണിജോർ. വെൽക്കം ടു OMKV കുക്കിംഗ്. അപ്പം നമ്മൾ ഇന്ന് മറ്റേ KFC ചിക്കൻ ഉണ്ടാക്കാനാണ്. ഒരുപാട് പേര് പറഞ്ഞാൽ KFC ചിക്കൻ. അപ്പോൾ KFC ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചെറുത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം നമ്മൾ തേനിൽ മുക്കിയിട്ടാണ് ചെയ്യണം. അപ്പം ഹണി ഫ്രൈഡ് ചിക്കൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തേനിൽ മുക്കിയിട്ട് നമ്മൾ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, അധികമൊന്നുമില്ല, ഒരു ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? കുറേ നാളായി വിശേഷമൊക്കെ തിരക്കിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. എന്താ പറയുക, ശരിക്കും ഇതിനധികം മുളക് പൊടി ഇടുന്ന ആവശ്യമില്ല, പക്ഷെ നമ്മൾ കുറച്ച് എരിവൊക്കെ ഇടുന്നതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ ഇടുന്ന. കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കണം, കാശ്മീരി. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി. അധികം വേണ്ട കുരുമുളക് പൊടി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി പേസ്റ്റ് ആക്കിയതാണ്, അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ നമ്മളൊരു 2 നാരങ്ങയും കൂടി ഇതിൻ്റെ അകത്തോട്ട് പിഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുറേ നേരം വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം, എങ്കിൽ അത് ശരിക്കും പിടിച്ച് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മറന്നുപോയി. സാധാരണ നമ്മൾ ഇതൊക്കെ പുരട്ടുന്നതിന് മുമ്പാണ് വരയുന്നത്. ഞാനപ്പോൾ അതങ്ങോട്ട് ആദ്യം മറന്നുപോയി. അപ്പം പുരട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വരയുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ഒന്നും കൂടി നമുക്ക് പുരട്ടാം. അപ്പം നല്ലോണം വരഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. ശരിക്കും നല്ലോണം വരഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ നല്ലതാണ്. അത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കാം. കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് മൈദ പൊടി, കുറച്ച് മൈദ വേണം. പിന്നെ കുറച്ച് കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ അധികം വേണ്ട, കുറച്ച് കോൺഫ്ലവർ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ എല്ലാം കൂടി ഒന്നും കൂടി ചെറുതായിട്ടിടണം. അതായത് കുറച്ച് കുരുമുളക് പൊടി, ഇതിലധികം ചേർക്കണ്ട, നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മതി, കുറച്ച് ഉപ്പും. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് മുക്കി പുരട്ടാനുള്ളതാണ്. അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അരമണിക്കൂറായി. അപ്പോൾ ചിക്കൻ റെഡിയാണ്. പിന്നെ നമ്മൾ മുക്കാനായിട്ടുള്ള പൊടി റെഡിയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഞാൻ പറഞ്ഞില്ലേ, തേനിൽ മുക്കിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം തേൻ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് തേൻ എടുക്കണേന്. എന്താ ഒരു അല്ലേ, ഉള്ളി. ഞാൻ ഇത്തിരി തേൻ എന്തായാലും എടുത്തല്ലേ, കുറച്ച് കുടിച്ചേക്കാം.
ഓക്കെ. പൊളി. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ ചിക്കൻ പീസ് എടുത്തിട്ട് തേനിലോട്ട് അങ്ങോട്ട് മുക്കണേണ്. നമുക്ക് വേണമെങ്കിൽ ഇത് പുരട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് തേൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മുക്കി കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഒഴിക്കാറ്. അപ്പോൾ കുറച്ച് തേനിലേക്ക് അങ്ങോട്ട് മുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒഴുകണ കണ്ട തേനങ്ങോട്ട് മുക്കി പയ്യങ്ങ വടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പൊടിയിലേക്ക് അങ്ങോട്ട് മുക്കുക. കൊള്ളാം, നല്ലപോലെ മുക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വെക്കാം. അങ്ങനെ എല്ലാം മുക്കി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തെ പീസും കൂടി മുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു മുക്കലും കൂടി ഉണ്ട് കേട്ടോ. ഇനി മുട്ടയിലും കൂടി ഒന്ന് ഇത് മുക്കാനുണ്ട്. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ട് പണി തുടങ്ങാം. അപ്പം എണ്ണ അങ്ങോട്ട് തിളച്ച് വന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. കുറച്ച് പാലും മുട്ടയും കൂടി ഒന്ന് വെട്ടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാലും മുട്ടയും കൂടി വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓട്സ് ഇടുന്നുണ്ട്. ഈ ചിക്കൻ്റെ പുറത്ത് ഇങ്ങനെ പരിപരി പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ അത് ഓട്സ് ഇടുന്നുണ്ട്. പിന്നെ ഓട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഒന്നെടുത്തിട്ട് മുട്ട വെട്ടി വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തൊന്ന് പതുക്കെ മുക്കിയിട്ട് നമ്മുടെ ഓട്സിൻ്റെ അകത്തും നല്ലപോലെ ഒന്ന് മുക്കിങ്ങെടുക്കാം. ഓക്കെ, ഇത് ഡയറക്റ്റ് നമ്മൾ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചിക്കൻ എപ്പോഴും ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് വേവിക്കണം. ഇപ്പം ഞാൻ ആദ്യം ഇട്ട പീസ് കരിഞ്ഞ് നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഈ സാധനം വേവിക്കണം, എന്നാലും ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വരും. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അവനെ എടുത്ത് മാറ്റുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ തേൻ ഒഴിച്ചത് കൊണ്ടാണ് നൈസായിട്ട് ഇത്തിരി ഈ ഒരു കരിഞ്ഞ ഒരു കളറ്. അപ്പം തേൻ ഒഴിച്ചില്ലാന്നെങ്കിൽ ഈ കളറ് വരികയിലാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് എടുക്കുകയാണ്.
അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ തേൻ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ തേനൊഴിച്ച ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേനിൻ്റെ ആ ഒരു കട്ടിപ്പുണ്ടല്ലോ, അതൊക്കെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുന്നത്. ആ ഒരു തേനിൻ്റെ കളറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് തേൻ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിക്കുന്നതാണ്, കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ കാല് തന്നെ എടുത്തിട്ട് ഒന്ന് കടിച്ച് തിന്നോക്കാം. ചിക്കൻ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു തേനിൻ്റെ മധുരവും ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റും കൂടി ഇല്ലേ, ഒന്നും പറയാനില്ല. വായുടെ അകത്ത് എന്താട്ടൊക്കെ ഇങ്ങനെ ഓടി കണക്ക്. പൊളി, ഒരു രക്ഷയില്ല. മധുരം ഇത്തിരി കൂടിപ്പോയ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും പൊളിയാ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തേൻ ഒഴിച്ച് ഫ്രൈഡ് ചിക്കൻ, ഒരു KFC പോലത്തെ.